നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡോളറിനെതിരെ ചൈനയുടെ ഔദ്യോഗിക കറൻസി ശക്തിപ്പെടുന്ന കാഴ്ചയാണ് ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ ഡോളറിനെ തകർത്തെറിയാൻ കഴിയുന്ന സാമ്പത്തിക നീക്കങ്ങളാണ് ബ്രിക്സ് രാജ്യങ്ങൾ അണിയറയിൽ തയ്യാറാക്കുന്നത്. എണ്ണ വ്യാപാരം ഡോളറിലാക്കണമെന്ന അമേരിക്കയുടെ വ്യവസ്ഥ തകിടം മറിയുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഒമാൻ്റെ കടലിടുക്കുമായി ബന്ധപ്പെട്ട് അവിടേക്ക് കപ്പൽ ഗതാഗതം ഓൾട്ടർനേറ്റീവായി നടത്താമെന്ന വ്യാമോഹവും ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 8 മണിക്കകം തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ വെള്ളം കൂടി മുട്ടിക്കും എന്ന് ചന്തപ്രസംഗം, കവലപ്രസംഗം നടത്തുന്ന മാതിരി ഒരു ലോക്കൽ നേതാവ് കൊട്ടിഘോഷിക്കുന്ന പോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ നിയമസംഹിതകളെ മുഴുവൻ തകർത്തെറിയുന്ന രീതിയിൽ, അതിനെയൊക്കെ തള്ളിപ്പറയുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്പോര്. നോക്കണം, ഇറാൻ്റെ വെള്ളം കൂടി മുട്ടിക്കുമത്രേ. ഇറാനിലേക്ക് ഭക്ഷണം പോലും എത്താത്ത രീതിയിൽ, ഇറാൻ്റെ കുടിവെള്ളം വരെ മുടങ്ങുന്ന രീതിയിൽ ഇറാനിലെ സാധാരണ ജനതയെ നരകതുല്യമായ രീതിയിലേക്ക്, ശിലായുഗത്തിലേക്ക് ഇറാനെ തച്ച് ഉടയ്ക്കും എന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് വളരെ വ്യക്തമായി ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ചെയ്യാനുള്ളതാണെങ്കിൽ ചെയ്ത് കാണിക്കുക എന്ന ശക്തമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. നോക്കൂ, ചൈനയുടെ ഔദ്യോഗിക കറൻസിയിലാണ് ഇപ്പോൾ ട്രാൻസാക്ഷൻ പലതും നടക്കുന്നത്. അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് മുൻപ് കൊടുത്ത, GCC രാജ്യങ്ങൾക്ക് മുൻപ് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെടാത്ത സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇനി കപ്പൽ ഗതാഗതം യോഗ്യമല്ല. GCC രാജ്യങ്ങളെ തടഞ്ഞിരിക്കുകയാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ പരമാവധി അവരെ തടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇറാനിൽ റെജീം ചേഞ്ച് എന്ന രീതിയിലുള്ള കൊട്ടിഘോഷം തുടങ്ങി. ഇപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഹോർമൂസ് സ്ട്രെയിറ്റ്, അതായത് ഹോർമൂസ് കടലിടുക്ക് ഒന്ന് തുറന്നു കിട്ടിയാൽ മതിയെന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും സാങ്കേതികപരമായി യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? അമേരിക്കയും ഇസ്രയേലും ഏതൊക്കെ രീതിയിലാണ് യുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിളി തുടങ്ങിയത്? എന്നിട്ടിപ്പോൾ എന്ത് വ്യവസ്ഥയുടെ പേരിലാണ് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറയുന്നത്? ഇസ്രയേൽ ആക്രമണമല്ല ഇപ്പോൾ നോക്കുന്നത്, അവർ ഡിഫെൻസീവായിട്ടുള്ള മെത്തേഡിലേക്ക് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ശേഷിക്കുന്ന കരഭൂമി ആക്രമിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഊർജപ്പെടുത്തുകയാണ്. അയൺ ഡോമുകളൊന്നും സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയതോടെ ഇസ്രയേൽ ആക്രമണ രീതി പരിപൂർണമായി അവസാനിപ്പിച്ച് ഡിഫെൻസീവ് മൂഡിലേക്ക് പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ വരെ അമേരിക്കയെ കൈവിട്ടപ്പോൾ അമേരിക്ക ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ട്രംപിന് തലയ്ക്ക് സ്ഥിരതയില്ല, ബുദ്ധിസ്ഥിരതയില്ലാതെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു മനുഷ്യനെ പോലെ പെരുമാറുകയാണ്. പിച്ചും പെയ്യുമാണ് വിളിച്ച് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തയ്യാറാക്കുകയാണെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതി. നാറ്റോ രാജ്യങ്ങളെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആരുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ട. എന്തൊരു ഘടകവിരുദ്ധമായിട്ടാണ് ഈ മനുഷ്യൻ പിച്ചും പേയും പുലമ്പുന്നത്.